സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസം 4-ാം തീയതിയിലും 5-ാം തീയതിയിലും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? വാഇൽ അൽ ദഹ്ദൂദ്. വാഇൽ അൽ ദഹ്ദൂദ് ആണ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വാഇൽ അൽ ദഹ്ദൂദ് ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം: 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. കർണാടകയിൽ നിന്നും 3, തമിഴ്നാട്ടിൽ നിന്ന് 2, അങ്ങനെയാണ് ആകെ മൊത്തം 5 റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ പുതുതായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. നമുക്കിനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മഗഡി കേരെ കൺസർവേഷൻ റിസർവ്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം, അഘനാശിനി അഴിമുഖം. കർണാടകയിൽ നിന്നുള്ള 3 പറഞ്ഞത്. ഒന്നുകൂടി പറയാം: മഗഡി കേരെ കൺസർവേഷൻ റിസർവ്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം, അഘനാശിനി അഴിമുഖം. ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള 2 ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരൈവെട്ടി പക്ഷി സങ്കേതം, ലോങ്വുഡ് റിസർവ് വനം. കരൈവട്ടി പക്ഷി സങ്കേതവും ലോങ്വുഡ് ഷോല റിസർവ് വനവും തമിഴ്നാട്ടിൽ നിന്നാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റാംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 5 ആണ്. അടുത്ത ചോദ്യം: മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടർ ആരാണ്? മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടർ ആരാണ്? കുരുവിള മാത്യു. ആരാണ്? കുരുവിള മാത്യു ആണ് ആൻസർ. അപ്പോൾ മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടർ ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി. സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജയന്തി കൃഷ്ണനാണ്. ആരാണ്? ജയന്തി കൃഷ്ണൻ. അപ്പോൾ സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജയന്തി കൃഷ്ണനാണ്. അടുത്ത ചോദ്യം: അക്ബർ കക്കട്ടിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയ വ്യക്തി. അക്ബർ കക്കട്ടിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മനോജ് ജാതവേദർ. മനോജ് ജാതവേദർ ആണ് അക്ബർ കക്കട്ടിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മനോജ് ജാതവേദർക്കാണ് അക്ബർ കക്കട്ടിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാന്ത്രികനായ മാൻഡ്രേക്ക്. അപ്പോൾ മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന പുസ്തകത്തിനാണ് മനോജ് ജാതവേദർക്ക് എന്ത് പുരസ്കാരം ലഭിച്ചത്? അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച പുതുമണ്ണിന്റെ ഗന്ധമുള്ള അത്തറിന്റെ പേര്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി: തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച പുതുമണ്ണിന്റെ മണമുള്ള അത്തറാണേത്? ജിയോസ്മിൻ. എന്താണ്? ജിയോസ്മിൻ. അപ്പോൾ എന്താണ് ജിയോസ്മിൻ? തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ച പുതുമണ്ണിന്റെ ഗന്ധമുള്ള അത്തറാണെന്ത്? ജിയോസ്മിൻ. അടുത്ത ചോദ്യം നോക്കാം. ഫെബ്രുവരി 4 പ്രത്യേകതയാണ് എന്താണ്? ലോക ക്യാൻസർ ദിനമാണ്. അപ്പോൾ ഫെബ്രുവരി 4 പ്രത്യേകത എന്താണ്? ലോക ക്യാൻസർ ദിനമാണ്. 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ടുഗദർ വി ചാലഞ്ച് ദോസ് ഇൻ പവർ.
ടുഗദർ വി ചാലഞ്ച് ദോസ് ഇൻ പവർ എന്നാണ് 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 2024 തീം നമ്മൾ പറഞ്ഞു എന്താണ്? ടുഗദർ വി ചാലഞ്ച് ദോസ് ഇൻ പവർ. ടുഗദർ വി ചാലഞ്ച് ദോസ് ഇൻ പവർ. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയ്ക്ക് അർഹനായത് ആരാണ്? 2024 ഫെബ്രുവരിയിൽ ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയ്ക്ക് അർഹനായത് ആരാണ്? LK അദ്വാനി. ആരാണ്? LK അദ്വാനിയാണ് ഭാരതരത്നം നേടുന്ന 50ാമത് വ്യക്തി. ആരാണ്? LK അദ്വാനി. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയ്ക്ക് അർഹനായത് ആരാണ്? LK അദ്വാനി. അടുത്ത ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസർ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസർ ആരാണ്? ആരാണ്? ജസ്പ്രീത് ബുംറ. ആരാണ്? ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബൗളർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് യശസ്വി ജയ്സ്വാൾ ആണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബൗളർ ആരാണ്? അത് ജസ്പ്രീത് ബുംറയാണ്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് യശസ്വി ജയ്സ്വാൾ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പഞ്ചാബ് ഗവർണർ ആരാണ്? 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പഞ്ചാബ് ഗവർണർ ആരാണ്? അത് ബൻവരിലാൽ പുരോഹിതാണ്. ആരാണ്? ബൻവരിലാൽ പുരോഹിതാണ് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പഞ്ചാബ് ഗവർണർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം എത്രയാണ്? സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം എത്രയാണ്? അത് 7000 രൂപയാണ്. മുൻപ് 6000 രൂപയായിരുന്നു. അതിപ്പോൾ എത്രയാക്കിയിട്ടുണ്ട്? 7000 ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7000 രൂപയാണ്. മുൻപ് അത് എത്രയായിരുന്നു? 6000 രൂപയായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസമാണ് വായുശക്തി 2024. അതിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പൊക്രാൻ, രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈഫൽ ടവർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്നത് കാസർഗോഡാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ നടനും പ്രൊഫഷണൽ ഫുട്ബോൾ താരവുമായ വ്യക്തി ആരാണ്? അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ നടനും അതുപോലെ പ്രൊഫഷണൽ ഫുട്ബോൾ താരവുമായ വ്യക്തി ആരാണ്? കാൾ വെതേഴ്സ്. ആരാണ്? കാൾ വെതേഴ്സ് ആണ് ആൻസർ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ നടനും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറുമായ വ്യക്തിയാണ് ആര്? കാൾ വെതേഴ്സ്. അപ്പം നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം. നമ്മളിത് ആദ്യം പഠിച്ച ചോദ്യം എന്തായിരുന്നു? കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വാഇൽ അൽ ദഹദൂദ്. വാഇൽ അൽ ദഹദൂദാണ് കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റാംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 5 ആണ്. മഗഡി കേരെ കൺസർവേഷൻ റിസർവ്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ
ഗവേഷണ കേന്ദ്രം, അഘനാശിനി അഴിമുഖം. ഇത് മൂന്നും കർണാടകയിലെയാണ്. പിന്നെ ഉള്ളത് രണ്ടെണ്ണം തമിഴ്നാട്ടിലെ. ഒന്നാമത്തത് കരൈവെട്ടി പക്ഷി സങ്കേതം, ലോങ്വുഡ് ഷോല റിസർവ് വനം. അടുത്ത ചോദ്യം, മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു. മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടർ ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജയന്തി കൃഷ്ണൻ. സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജയന്തി കൃഷ്ണനാണ്. അടുത്തതൊരു പുരസ്കാരമാണ്. അക്ബർ കക്കട്ടിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മനോജ് ജാതവേദർ. മനോജ് ജാതവേദർക്കാണ് അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. ഇനി ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാന്ത്രികനായ മാൻഡ്രേക്ക്. അപ്പോൾ ആരുടെ കൃതിയാണ് മാന്ത്രികനായ മാൻഡ്രേക്ക്? മനോജ് ജാതവേദർ. അടുത്ത ചോദ്യം, തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ച പുതുമണ്ണിന്റെ ഗന്ധമുള്ള അത്തറിന്റെ പേര്. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ച പുതുമണ്ണിന്റെ ഗന്ധമുള്ള അത്തറാണ് ജിയോസ്മിൻ. അടുത്തത് 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ്. അപ്പോൾ എന്നാണ് ലോക ക്യാൻസർ ദിനം എന്ന് നമ്മൾ പറഞ്ഞു? ഫെബ്രുവരി 4-നാണ്. 2024 ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ടുഗദർ വി ചാലഞ്ച് ദോസ് ഇൻ പവർ. ടുഗദർ വി ചാലഞ്ച് ദോസ് ഇൻ പവർ എന്നാണ് 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയ്ക്ക് അർഹനായ വ്യക്തി. 2024 ഫെബ്രുവരിയിൽ ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയ്ക്ക് അർഹനായ വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. ആരാണ്? LK അദ്വാനിയാണ്. ഭാരതരത്നം നേടുന്ന 50ാമത്തെ വ്യക്തിയാണ് ആര്? LK അദ്വാനി. അടുത്ത ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ചോദ്യം കൂടി പറഞ്ഞു. ഏതാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് യശസ്വി ജയ്സ്വാൾ ആണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പഞ്ചാബ് ഗവർണറാണ് ആര്? ബൻവരിലാൽ പുരോഹിത്. അല്ലെങ്കിൽ 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ബൻവരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തിന്റെയാണ്? പഞ്ചാബിലെയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം എത്രയാണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം എത്രയാണ്? 7,000 രൂപ. ഇത് മുൻപ് എത്രയായിരുന്നു? 6,000 ആയിരുന്നു. ഇപ്പോൾ 7,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? രാജസ്ഥാനിലെ പൊഖ്രാനിലാണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമാണ് ഏത്? വായുശക്തി. ഈ വായുശക്തി 2024 വേദി എവിടെയാണ്? പൊഖ്രാൻ, രാജസ്ഥാൻ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫൽ ടവർ ആണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫൽ ടവർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡ്. അവസാനത്തെ ചോദ്യം, അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ നടനും പ്രൊഫഷണൽ ഫുട്ബോൾ താരവുമായ വ്യക്തി. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ നടനും പ്രൊഫഷണൽ ഫുട്ബോൾ താരവുമായ വ്യക്തി ആരാണ്? കാൾ വെതേഴ്സ് ആണ്. അപ്പോൾ അന്തരിച്ച കാൾ വെതേഴ്സ് ഏത് മേഖലയിലൊക്കെ പ്രൊഫഷണൽ ആയിരുന്നു? അദ്ദേഹം അമേരിക്കൻ നടനും ആയിരുന്നു, അതുപോലെ തന്നെ ഫുട്ബോൾ താരവും ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് 2 ദിവസത്തെ കറണ്ട് അഫേഴ്സ് ആണ്. ഫെബ്രുവരി 4-ാം തീയതിയിലെയും 5-ാം തീയതിയിലെയും. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു CA സെഷനിൽ വീണ്ടും കാണാം.